നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും രാഷ്ട്രീയമായി വലിയ വാദപ്രതിവാദങ്ങൾക്ക് വഴി തുറന്നതുമായ ഒരു വിഷയമാണ് ഏകീകൃത സിവിൽ കോഡ്. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, ദത്തെടുക്കൽ തുടങ്ങിയ വ്യക്തി നിയമങ്ങളിൽ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരേ നിയമം ബാധകമാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. സുദീർഘമായ ചർച്ചകൾക്കൊടുവിൽ അസം നിയമസഭയിൽ തിങ്കളാഴ്ച ദ യൂണിഫോം സിവിൽ കോഡ് അസം ബിൽ 2026 ഔദ്യോഗികമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. അസം ക്യാബിനറ്റിന്റെ അംഗീകാരത്തോടെ പാർലമെന്ററി കാര്യമന്ത്രി അതുൽ ബോറയാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് വേണ്ടി ഈ ചരിത്രപ്രധാനമായ ബിൽ സഭയുടെ മേശപ്പുറത്ത് വച്ചത്. വരും ദിവസങ്ങളിൽ സഭയിൽ വിശദമായ ചർച്ചകൾക്ക് ശേഷം ബിൽ പാസ്സാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ഭാരതത്തിലെ മൂന്നാമത്തെ സംസ്ഥാനമായി മാറാൻ ഒരുങ്ങുകയാണ് അസം. ഇത് കേവലം ഒരു സംസ്ഥാനത്തെ നിയമനിർമ്മാണം മാത്രമല്ല, മറിച്ച് രാജ്യവ്യാപകമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദീർഘകാല ലക്ഷ്യങ്ങളിലേക്കുള്ള ഒരു നിർണായകമായ ചുവടുവയ്പ്പാണ്. അസമിൽ അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രണ്ടാമതും അധികാരത്തിലേറിയത്. 126 അംഗ നിയമസഭയിൽ BJP ഒറ്റയ്ക്ക് 82 സീറ്റുകൾ നേടുകയും സഖ്യകക്ഷികളായ അസം ഗണ പരിഷത്തും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടും 10 സീറ്റുകൾ വീതം നേടുകയും ചെയ്തതോടെ NDAയുടെ ആകെ അംഗബലം 102 ഉയർന്നു. ഈ ശക്തമായ ജനവിധിയുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ രണ്ടാം ഊഴത്തിലെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ഏകീകൃത സിവിൽ കോഡിൻ്റെ കരട് ബില്ലിന് അംഗീകാരം നൽകുന്നത്. മെയ് 21 മുതൽ 26 വരെ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ബിൽ പാസ്സാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അസമിലെ ഈ പുതിയ നിയമനിർമ്മാണം വരും ദിവസങ്ങളിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇത് വ്യാപിക്കുന്നതിനുള്ള കൃത്യമായ സൂചനയാണ് നൽകുന്നത്. പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നും അത് പ്രകടന രാഷ്ട്രീയം എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. അസം അവതരിപ്പിച്ച ഏകീകൃത സിവിൽ കോഡ് ബില്ലിൽ പ്രധാനമായും 4 വിഷയങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 1. വിവാഹം കഴിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി നിശ്ചയിക്കുക. ബഹുഭാരത്വം നിരോധിക്കുക. മാതാപിതാക്കളുടെ സ്വത്തിൽ പെൺമക്കൾക്ക് തുല്യ അവകാശം ഉറപ്പാക്കുക. ലിവിൻ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട നിയമപരമായ കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നിവയാണ് ഈ ബില്ലിൻ്റെ കാതൽ. സ്ത്രീ ശാക്തീകരണത്തിനും എല്ലാ സമുദായങ്ങളിലെയും സ്ത്രീകൾക്ക് തുല്യമായ നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനും ഈ 4 ഘടകങ്ങൾ അത്യാവശ്യമാണെന്ന് സർക്കാർ വാദിക്കുന്നു. അതേസമയം അസമിലെ വലിയൊരു വിഭാഗം വരുന്ന ഗോത്രവർഗ്ഗക്കാരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനായി പട്ടികവർഗ വിഭാഗങ്ങളെ ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. അവരുടെ പരമ്പരാഗത മതപരമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ജീവിത രീതികൾ എന്നിവയ്ക്ക് ഈ നിയമം യാതൊരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാക്കില്ലെന്ന് ബിൽ പ്രത്യേകം വ്യക്തമാക്കുന്നു. ഗോത്രവർഗ സംസ്കാരങ്ങളെ ബാധിക്കാതെ തന്നെ പൊതുസമൂഹത്തിൽ ലിംഗസമത്വവും നിയമപരമായ ഏകീകരണവും കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഇതിലൂടെ അസം സർക്കാർ തെളിയിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഉത്തരാഖണ്ഡിൻ്റെ മാതൃകയാണ് അസമിനും ഗുജറാത്തിനും പ്രചോദനമായത്. 2024 ഉത്തരാഖണ്ഡ് ഈ നിയമം നടപ്പിലാക്കിയപ്പോൾ ഉണ്ടായ ആശങ്കകളും സംശയങ്ങളും പൂർണ്ണമായും മാറിയതായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു വർഷത്തെ നിയമനിർമ്മാണത്തിലൂടെ 5 ലക്ഷത്തിലധികം കേസുകളിൽ ഒരിടത്ത് പോലും വ്യക്തി സ്വാതന്ത്ര്യ ലംഘനം ഉണ്ടായിട്ടില്ലെന്നും സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതത്വവും അവകാശങ്ങളും ലഭിച്ചതായും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. വിവാഹ രജിസ്ട്രേഷൻ പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റിയതോടെ നടപടിക്രമങ്ങൾ വേഗത്തിലാവുകയും ലക്ഷക്കണക്കിന് വിവാഹങ്ങൾ സുതാര്യമായി രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തു. ഉത്തരാഖണ്ഡിന് പിന്നാലെ ഈ വർഷം മാർച്ചിൽ ഗുജറാത്ത് നിയമസഭയും ഏകീകൃത സിവിൽ കോഡ് ബിൽ പാസ്സാക്കിയിരുന്നു. സ്ത്രീകളുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വിവാഹമോചനം, ജീവനാംശം, സ്വത്തവകാശം എന്നിവയിൽ എല്ലാ വിഭാഗം സ്ത്രീകൾക്കും തുല്യത ഉറപ്പാക്കാനുമാണ് ഗുജറാത്തും ശ്രമിച്ചത്. ഈ 2 സംസ്ഥാനങ്ങളുടെയും വിജയകരമായ അനുഭവമാണ് അസം സർക്കാരിനും വലിയ ആത്മവിശ്വാസം നൽകുന്നത്. ഭരണഘടനയുടെ 44-ാം അനുച്ഛേദം അനുശാസിക്കുന്ന നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനങ്ങൾ ഈ നിയമനിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിലുടനീളം പൗരന്മാർക്കായി ഒരു ഏകീകൃത സിവിൽ കോഡ് ഉറപ്പാക്കാൻ രാജ്യം ശ്രമിക്കണമെന്നാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. എന്നാൽ വ്യത്യസ്തമായ സംസ്കാരങ്ങളും ആചാരങ്ങളും നിലനിൽക്കുന്ന ഭാരതം പോലൊരു ജനാധിപത്യ രാജ്യത്ത് വ്യക്തി നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നത് വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്കും ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾക്കും കാരണമാകാറുണ്ട്. പ്രതിപക്ഷ കക്ഷികളും ചില മതസംഘടനകളും ഇതിനെ രാഷ്ട്രീയ പ്രണയനത്തിനെതിരെയുള്ള ആയുധമായി കാണുമ്പോൾ സർക്കാർ ഇതിനെ വികസനത്തിൻ്റെയും തുല്യ നീതിയുടെയും ഭാഗമായിട്ടാണ് കാണുന്നത്. എന്തൊക്കെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നാലും
സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നിയമവ്യവസ്ഥ കൂടുതൽ ലളിതമാക്കുന്നതിനും ഇത്തരം ഏകീകൃത നിയമങ്ങൾ സഹായിക്കുമെന്ന വാദത്തിന് ഇന്ന് രാജ്യത്ത് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. അസം നിയമസഭയിൽ ഈ ബിൽ പാസ്സാക്കപ്പെടുന്നതോടെ ഇന്ത്യൻ നിയമചരിത്രത്തിലും രാഷ്ട്രീയത്തിലും അതൊരു പുതിയ അധ്യായമായി മാറുമെന്നതിൽ തർക്കമില്ല. അസം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പതിറ്റാണ്ടുകളായി തുടരുന്ന അതിർത്തി കടന്നുള്ള അനധികൃത കുടിയേറ്റവും അതിൻ്റെ മറവിൽ വളർന്നു വരുന്ന വിഘടനവാദ തീവ്രവാദ ചിന്താഗതികളുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾ കേവലം ഒരു നിയമപരിഷ്കാരം എന്നതിനും അപ്പുറം വലിയ പ്രാധാന്യത്തോടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഭരണഘടനയുടെ 44 അനുച്ഛേദത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ള ഏകീകൃത സിവിൽ കോഡ് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവരുടെ ജാതിയും മതവും നോക്കാതെ ഒരേ ഒരു സിവിൽ നിയമം ഉറപ്പാക്കുന്ന ഒന്നാണ്. വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങളും വിദേശ കുടിയേറ്റം സൃഷ്ടിച്ച ജനസംഖ്യാപരമായ അസ്ഥിരത്വവും നിലനിൽക്കുന്ന അസമിൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് വലിയ സാമൂഹിക മാറ്റങ്ങൾക്ക് വഴി തുറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായും വ്യക്തി നിയമങ്ങളുടെയും ആചാരങ്ങളുടെയും മറവിൽ ഇവിടെ നടക്കുന്ന ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ജിഹാദി ഗ്രൂപ്പുകളുടെ അടിത്തറയെയും ഈ നിയമം എങ്ങനെ ബാധിക്കുമെന്നത് ഗൗരവമേറിയ ഒരു വിശകലനമാണ്. അനധികൃത കുടിയേറ്റം വഴി സംസ്ഥാനത്തെ ജനസംഖ്യാ സന്തുലിതാവസ്ഥ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് UEC ഒരു കടുത്ത തിരിച്ചടിയായിരിക്കും. ബംഗ്ലാദേശിൽ നിന്നും മറ്റ് അതിർത്തികളിൽ നിന്നും നിയമവിരുദ്ധമായി അസമിലേക്ക് കടന്നു കയറുന്നവർ പലപ്പോഴും ഇവിടുത്തെ ചില സമുദായങ്ങളിലെ വ്യക്തി നിയമങ്ങളിലെ ഇളവുകൾ മുതലെടുക്കാറുണ്ട്. ഒന്നിലധികം വിവാഹങ്ങൾ കഴിക്കുന്നതിലൂടെയും അതിലൂടെ ജനസംഖ്യ കൃത്രിമമായി വർദ്ധിപ്പിക്കുന്നതിലൂടെയും പ്രാദേശിക ജനവിഭാഗങ്ങളെയും ഗോത്രവർഗ്ഗക്കാരെയും സ്വന്തം മണ്ണിൽ ന്യൂനപക്ഷമാക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന ആക്ഷേപം ശക്തമാണ്. ഇതിനെ പ്രതിരോധിക്കാൻ ഏകീകൃത സിവിൽ കോഡിലൂടെ സാധിക്കും. ഈ നിയമം വരുന്നതോടെ ബഹുഭാരത്വം പൂർണ്ണമായും നിരോധിക്കപ്പെടുകയും എല്ലാ പൗരന്മാർക്കും ഒരു വിവാഹം മാത്രമേ നിയമപരമായി സാധ്യമാകൂ എന്ന അവസ്ഥ വരികയും ചെയ്യും. ഇത് ജനസംഖ്യാപരമായ അട്ടിമറി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന വിഘടനവാദികളുടെ തന്ത്രങ്ങൾക്ക് ഒരു തടസ്സമാകും. അതിർത്തി കടന്നെത്തുന്നവർക്ക് ഇന്ത്യൻ പൗരത്വ രേഖകൾ വ്യാജമായി ചമയ്ക്കുന്നതിനും സമാന്തര സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും തടയിടാൻ ഈ നിയമപരിഷ്കരണത്തിലൂടെ സാധിക്കും. നിലവിൽ വിവാഹം, ജനനം, വിവാഹമോചനം, സ്വത്തവകാശം എന്നിവ പല സമുദായങ്ങളിലും ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാതെ പ്രാദേശിക മത നേതാക്കളുടെയോ വ്യക്തി നിയമ ബോർഡുകളിലൂടെയോ സാക്ഷ്യപത്രങ്ങളുടെയോ മാത്രം അടിസ്ഥാനത്തിൽ നടക്കാറുണ്ട്. ഇതാണ് കുടിയേറ്റക്കാർക്ക് പ്രാദേശികമായി ലയിച്ചു ചേരാൻ എളുപ്പ വഴിയൊരുക്കുന്നത്. എന്നാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാകുന്നതോടെ എല്ലാ വ്യക്തിഗത കാര്യങ്ങളും കർശനമായി സർക്കാർ സംവിധാനങ്ങളിൽ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. കേന്ദ്രീകൃതമായ ഈ ഡിജിറ്റൽ സംവിധാനം വഴി വ്യാജരേഖകൾ ഉണ്ടാക്കി രാജ്യത്ത് സ്ഥിര താമസമാക്കാൻ ശ്രമിക്കുന്ന വിദേശികളെ എളുപ്പത്തിൽ തിരിച്ചറിയാനും അവരുടെ കുടിയേറ്റ ശ്രമങ്ങളെ തുടക്കത്തിൽ തന്നെ പരാജയപ്പെടുത്തുവാനും സുരക്ഷാ ഏജൻസികൾക്ക് സാധിക്കും. തീവ്രവാദി ആശയങ്ങളും ജിഹാദി ചിന്താഗതികളും പ്രചരിപ്പിക്കുന്ന സമാന്തര ഭരണ സംവിധാനങ്ങളുടെ സ്വാധീനം കുറയ്ക്കുവാൻ UECക്ക് സാധിക്കും. അസമിൻ്റെ ഉൾഗ്രാമങ്ങളിലും നദീതട ദ്വീപുകളിലും ഔദ്യോഗിക നിയമങ്ങളെക്കാൾ പ്രാദേശിക മത കോടതികളുടെയോ ഫത്വകളുടെയോ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പ്രവണത ചിലർ വളർത്തിയെടുത്തിട്ടുണ്ട്. ഭരണകൂടത്തിന് പൂർണ്ണമായ നിയന്ത്രണമില്ലാത്ത ഇത്തരം ഇടങ്ങളിലാണ് വിദ്വേഷവും തീവ്രവാദവും പ്രചരിപ്പിക്കുന്ന ജിഹാദി സ്ലീപ്പർ സെല്ലുകൾ അഭയം കണ്ടെത്താറുള്ളത്. രാജ്യത്തിൻ്റെ പൊതുനിയമം ഇത്തരം പ്രദേശങ്ങളിൽ കർശനമായി നടപ്പിലാക്കുന്നതോടെ സമാന്തര അധികാര കേന്ദ്രങ്ങൾ നിർവീര്യമാക്കപ്പെടും. എല്ലാ തർക്കങ്ങളും സർക്കാർ കോടതികളിലേക്ക് മാറുന്നതോടെ മതമൗലികവാദികൾക്ക് ജനങ്ങളുടെ മേലുള്ള സ്വാധീനം നഷ്ടപ്പെടുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള അനുകൂല സാഹചര്യം ഇല്ലാതാവുകയും ചെയ്യും. സ്ത്രീ ശാക്തീകരണത്തിലൂടെയും ലിംഗനീതി ഉറപ്പാക്കുന്നതിലൂടെയും കടുത്ത മൗലികവാദ ആശയങ്ങളിലേക്ക് പുതിയ തലമുറകൾ ആകർഷിക്കപ്പെടുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിയും. വ്യക്തി നിയമങ്ങളിലെ പോരായ്മകൾ കാരണം പലപ്പോഴും പിന്നാക്ക സമുദായങ്ങളിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടാറുണ്ട്. കടുത്ത പുരുഷാധിപത്യവും മതാധിപത്യവും നിലനിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നാണ് യുവാക്കൾ എളുപ്പത്തിൽ വഴിതെറ്റി ഭീകരവാദ സംഘടനകളുടെ കെണിയിൽ വീഴുന്നത്. എന്നാൽ ഏകീകൃത സിവിൽ കോഡ് വഴി വിവാഹപ്രായം ഏകീകരിക്കുകയും സ്ത്രീകൾക്ക് സ്വത്തിലും വിവാഹമോചനത്തിലും തുല്യ അവകാശം ലഭിക്കുകയും ചെയ്യുമ്പോൾ കുടുംബങ്ങളിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. വിദ്യാഭ്യാസ സമ്പന്നരും അവകാശങ്ങളെക്കുറിച്ച് ബോധവതികളുമായ അമ്മമാർ വളർത്തുന്ന കുട്ടികൾ ജിഹാദി ഗ്രൂപ്പുകളുടെ വ്യാജ പ്രചരണങ്ങളിൽ നിന്ന് വീണുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ബാലവിവാഹങ്ങളും അതിലൂടെ നടക്കുന്ന ചൂഷണങ്ങളും പൂർണ്ണമായി ഇല്ലാതാക്കുവാൻ ഈ നിയമത്തിന് സാധിക്കും. വ്യക്തി നിയമങ്ങളുടെ സംരക്ഷണം പിടിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ നിർബന്ധപൂർവ്വം വിവാഹം കഴിപ്പിക്കുന്ന രീതികൾ ഇപ്പോഴും ചില കോണുകളിൽ നിലനിൽക്കുന്നുണ്ട്. അസം സർക്കാർ ഇതിനെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിലും ഏകീകൃത സിവിൽ കോഡ് വരുന്നതോടെ ഇതിന് പൂർണ്ണമായ ഭരണഘടനാപരമായ പരിരക്ഷ ലഭിക്കും. പെൺകുട്ടികളുടെ വിവാഹപ്രായം കർശനമായി പാലിക്കപ്പെടുന്നത് അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കും സാമൂഹിക പുരോഗതിയിലേക്കും വഴി തുറക്കും. ഇത് സമൂഹത്തിലെ അജ്ഞതയും പിന്നാക്കാവസ്ഥയും ചൂഷണം ചെയ്ത് ജീവിക്കുന്ന തീവ്രവാദ ശക്തികൾ കേൾക്കുന്ന കനത്ത പ്രഹാരമായിരിക്കും.
ചുരുക്കത്തിൽ അസമിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നത് കേവലം ആചാരങ്ങളെ മാറ്റാനല്ല, മറിച്ച് രാജ്യത്തിൻ്റെ അഖണ്ഡതയും സുരക്ഷയും കാത്തുസൂക്ഷിക്കാനാണ്. മതത്തിൻ്റെയോ വ്യക്തി നിയമങ്ങളുടെയോ മറവിൽ നിയമവിരുദ്ധ കുടിയേറ്റം നടത്തുന്നവർക്കും അവർക്ക് തണലൊരുക്കുന്ന ജിഹാദി ചിന്താഗതിക്കാർക്കും നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ തടയിടാൻ ഇതിലൂടെ സാധിക്കും. വിവേചനങ്ങളില്ലാത്ത ഒരൊറ്റ നിയമ സംവിധാനം നിലവിൽ വരുന്നതോടെ വിഘടനവാദികളുടെ അടിത്തറ തകരുകയും അസം കൂടുതൽ സുരക്ഷിതവും സമാധാനപരവുമായ ഒരു ഭാവിയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും. എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യനീതി ഉറപ്പാക്കിക്കൊണ്ട് രാജ്യസുരക്ഷ ശക്തിപ്പെടുത്താൻ UEC വലിയൊരു പങ്ക് വഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്.